എങ്ങനെയാണ് എല്ലാതരം വണറബിൾ ആയിട്ടുള്ള മനുഷ്യർക്കും ഒരു ഇൻക്ലൂസീവ് സിസ്റ്റം ഉണ്ടാക്കാൻ പറ്റുന്നതും അവർക്ക് സ്പേസ് ഉണ്ടാക്കാൻ പറ്റുന്നതും അത് കുടുംബമായാലും മറ്റേത് പരിസരമായാലും ഒക്കെ അവരെ റെസ്പെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എംപത്തിക്കലായിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്ക് വരേണ്ടതുണ്ടെന്നുണ്ട്. അതിൻ്റെ ഒരു കാഴ്ചപ്പാടും കൂടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മേ ബി ഈ കമ്മ്യൂണിറ്റിയും കൂടിയും അത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ വളർന്നു വന്ന എൻ്റെ ചൈൽഡ്ഹുഡ് കാലഘട്ടമല്ല ഇത്. ഇന്നത്തെ ഓരോ കുട്ടികൾക്കും ക്വയർ എന്താണ്, ഗേ എന്താണ്, ലെസ്ബിയൻ എന്താണ്, വുമൺ ബോഡി എന്താണ്, മെൻ ബോഡി എന്താണ്, ട്രാൻസ് ബോഡി എന്താണ്, അല്ലെങ്കിൽ ഐഡന്റിറ്റി എന്താണ്, സെക്ഷുവാലിറ്റി എന്താണ്, ജെൻഡർ എന്താണെന്നൊക്കെ അവര് ലേൺ ചെയ്തു വരുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു അവര് പാഠപുസ്തകത്തിൽ നിന്ന് പഠിക്കുന്നേക്കാൾ അവർ പരിസരങ്ങളിൽ നിന്ന് പഠിക്കുന്നുണ്ട്. യെസ്. അപ്പം ഇപ്പൊ നമ്മള് പാഠപുസ്തകം കരിക്കുലത്തിലൊക്കെ അത് വന്നിട്ടുണ്ട്, പക്ഷെ നമ്മുടെ കുട്ടികൾ അത് പഠിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് തെറ്റായിട്ടുള്ള ഒരു, ഇപ്പൊ ഞാനൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരു പ്രശ്നങ്ങളൊന്നും അനുഭവിക്കേണ്ട ആവശ്യമില്ല. തുറന്നു പറയാൻ സ്ഥലങ്ങളുണ്ട്, അല്ലെങ്കിൽ കമ്മിങ് ഔട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളുണ്ട്, ഫാമിലിക്ക് അതിന് പറ്റുന്ന രീതിയിലേക്കുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. അപ്പം അതൊക്കെ വലിയൊരു എംപവറിങ് സിസ്റ്റമാണ്, സൊസൈറ്റിയുടെ ഒരു എംപവറിങ് സിസ്റ്റമാണ്. എല്ലായിടത്തിലും അത് കാണത്തില്ല എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ലോകത്തിൻ്റെ എല്ലായിടത്തും ലോകത്തിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്, പക്ഷെ എല്ലാ ലോകത്തിൻ്റെ ഇടങ്ങളിലും അത് നമുക്ക് സാധ്യമാവില്ല. ഇത്തരം ഇടങ്ങളിലൊക്കെ സാധ്യമാവുമെന്ന് വിചാരിക്കണം. ഇവൻ ഇപ്പം കമ്മിങ് ഔട്ട് പ്രോസസ് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വലിയൊരു ടാസ്ക്കാണ്. പക്ഷെ എങ്കിൽ പോലും ഓരോ ഇപ്പൊ ഇത് ജൂൺ ജൂലൈ മാസം പ്രൈഡ് മാസമാണ്, ലോകമൊട്ടുക്കും പ്രൈഡ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു മാസമാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രൈഡ് മാസത്തിലിരുന്നാണ് നമ്മൾ ഈ സമൂഹത്തെ കുറിച്ച് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ പ്രൈഡ് മന്തിലും ഒത്തിരി പേര് കമ്മിങ് ഔട്ട് ചെയ്തു വരുന്നവരുണ്ട്. ഇപ്പൊ പ്രൈഡ് എല്ലാവരും പറയും അതൊരു സ്വാഭിമാന ഘോഷയാത്രയാണെന്ന്, പക്ഷെ സ്വന്തം അഭിമാനത്തെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ആ സ്പേസിൽ വന്ന് ഞാൻ ഐ എം എ ഗേ, ഐ എം എ ലെസ്ബിയൻ, ഐ എം എ ബൈസെക്ഷൽ, അല്ലെങ്കിൽ ഐ എം എ ക്യൂർ എന്നൊക്കെ പറയാൻ കാണിക്കുന്ന ഒരു ധൈര്യം. കാരണം ഇപ്പം ഓരോ കമ്മ്യൂണിറ്റിയും ചിലപ്പോൾ കാത്തിരിക്കും പ്രൈഡ് വരുന്ന സമയത്ത് അവരെ കമ്മിങ് ഔട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ പ്രൈഡൊക്കെ അങ്ങനെ ഒരു വലിയൊരു വേദി ഒരുക്കിയിട്ടുണ്ട്. ഇപ്പം 2009 ഡൽഹി ഹൈക്കോർട്ട് വെഡിക്റ്റ് വരുന്നത്, IPC 377 ഡിക്രിമിനലൈസ് ചെയ്തുകൊണ്ട് 2010 നമ്മൾ പ്രൈഡ് ആരംഭിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ വർഷം 13ാമത് പ്രൈഡാണ് അവസാനിച്ചത്. 2018 IPC 377 ഡീക്രിമിനലൈസ് ചെയ്യുകയും സ്ക്രാപ്പ് ചെയ്യുകയും ചെയ്തത്. അപ്പൊ അത് ആ സ്ക്രാപ്പ് ചെയ്തതിന് ശേഷം ആണ് കമ്മ്യൂണിറ്റിയെ കുറിച്ചുള്ള ഒരു ഇത് മാധ്യമങ്ങളിലും ജുഡീഷ്യറിയിലും ആരോഗ്യരംഗത്തും സൊസൈറ്റിയിലും എല്ലാ സിസ്റ്റത്തിലും വരുന്നത്. അതുവരെ രോഗികളാണ്, ക്രിമിനൽസ് ആണെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ കോർട്ട് എപ്പോഴാണോ അത് ക്രിമിനൽസ് അല്ല, അത് നാച്ചുറൽ ആയിട്ടൊരു സംഭവമാണ്, അതുപോലെ സ്വവർഗ വിവാഹം, സ്വവർഗ അനുരാഗം ഒക്കെ നാച്ചുറൽ ആണ് എന്നൊക്കെ കോർട്ട് പറഞ്ഞ് ആ ഒരു സാധ്യതയിലാണ് കുറച്ചും കൂടിയും ഒരു സാമൂഹികമായിട്ടുള്ള ചേഞ്ചസ്. അത് എനിക്ക് തോന്നുന്നു 2019 ആ സമയത്തൊക്കെ അതിൻ്റെ ഒരു എംപവറിംഗ് സിസ്റ്റം ഉണ്ടായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് അതിൽ വന്നിട്ടുണ്ട്. ഈ പ്രൈഡ് പരേഡിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരുപാട് പേരുടെ ഭാഗത്തു നിന്നുള്ള ഒരു എതിർ കമന്റ്സ് ആണ്. അതായത് ഈ മാനവീയ വീതിയിൽ മാത്രം ഒതുങ്ങിയാൽ മതിയോ ഇവരുടെ ഈ പരേഡ് എന്നൊക്കെയുള്ള ഒരു കമന്റ്സ് നമ്മൾ കാണാറുണ്ട്. അതിനോട് എന്താണ് ശീതളിന്റെ ഒരു അഭിപ്രായം? പ്രൈഡ് 2010 ആരംഭിക്കുന്നത്. ഞാൻ പ്രൈഡിന്റെ ഫൗണ്ടർ മെമ്പറാണ്. നമ്മളത് ആരംഭിക്കുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് ഇത് 13ാമത് പ്രൈഡ് എത്തി നിൽക്കുമ്പോൾ മാനവീയം എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രമല്ല പ്രൈഡ് നടത്തുന്നത്. അത് ആളുകളുടെ തെറ്റിദ്ധാരണയാണ്. കാരണം പ്രൈഡ് കർട്ടൻ റൈസർ നടക്കാറുണ്ട്, അത് മിനി പ്രൈഡായിട്ട് ഓരോ ജില്ലകളിലും അവിടുത്തെ സംഘടനകൾ എടുത്ത് നടത്തുന്നതാണ്. മുഖ്യമായിട്ടുള്ള പ്രൈഡ് കെയർ പ്രൈഡ് കേരളം എന്ന് പറയുന്ന സംഘാടക സമിതിയുടെ നേതൃത്വത്തിലാണ്. അപ്പൊ അത് കൊല്ലത്ത് നടന്നിട്ടുണ്ട്, ട്രിവാൻഡ്രത്ത് നടന്നിട്ടുണ്ട്, എറണാകുളത്ത് നടന്നിട്ടുണ്ട്, മലപ്പുറത്ത് നടന്നിട്ടുണ്ട്, കോഴിക്കോട് നടന്നിട്ടുണ്ട്, ഇങ്ങനെ ഒത്തിരി ജില്ലകൾ നടന്നിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു വയനാട് പോലും പ്രൈഡ് നടന്നു. വയനാട് ട്രൈബൽ ഏരിയ എന്നൊക്കെ കമ്മ്യൂണിറ്റിയുടെ ഒരു ഇത് മാറുന്നുണ്ട്. ട്രൈബൽ ഏരിയയിൽ ട്രാൻസ് ആളുകൾ വരുന്നുണ്ട്, അവിടെ കമ്മ്യൂണിറ്റി വളർന്നു വരുന്നുണ്ട്. ഇടുക്കിയിൽ പ്രൈഡ് നടന്നു. അപ്പൊ അതൊക്കെ ചേഞ്ച് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന
നമ്മൾ കൊറോണ സമയങ്ങളിൽ നമുക്ക് പ്രൈഡ് നടത്താൻ പറ്റിയില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തത്. മലപ്പുറം കഴിഞ്ഞതിന് ശേഷം ട്രിവാൻഡ്രത്ത് ചെയ്തത്. മലപ്പുറം ചെയ്തപ്പോൾ പോലും ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പ്രശ്നങ്ങൾ ഉണ്ടാവും, അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് സമൂഹത്തെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട്. ആളുകൾ ഇപ്പോഴും വിചാരിക്കുന്നത് മാനവീയ രീതിയിൽ മാത്രം. അല്ലല്ല, മാനവീയ രീതിയിൽ പ്രധാനമായിട്ടും ഒയാസിസ് കൾച്ചർ സൊസൈറ്റി മാനവീയം കലാകേന്ദ്രവും കൂടി ഒരുമിച്ചാണ് ആ പ്രൈഡ് ഓർഗനൈസ് ചെയ്യുന്നത്, നടത്തുന്നതും. പക്ഷെ കേരള കെയർ പ്രൈഡ് കേരളം ചെയ്യുന്നത് എല്ലാ ജില്ലകളിലും മാക്സിമം ചെയ്യാന്നുള്ളതായിരുന്നു. അപ്പം ഈ വർഷം നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ആലോചിച്ചു. അപ്പം അവിടെ മാനവീയത്തിന്റെ ഫെസ്റ്റ് നടന്നിട്ടുണ്ട്, നമ്മുടെ പ്രൈഡും നടന്നിട്ടുണ്ട്. അപ്പം പ്രൈഡിനോടനുബന്ധിച്ച് നടക്കുന്ന കൾച്ചറൽ റൈസർ ആണ് ഓരോ സ്ഥലങ്ങളിൽ. അത് മാനവീയത്ത് ചിലപ്പോൾ 1-2 തവണയെ നടക്കും. കാരണം അവിടെ ഒത്തിരി സംഘടനകളുണ്ട്. അവർ ചിലപ്പോൾ ഒരു പ്രശ്നം നടത്തും, വേറെ സംഘടന വേറെ പ്രശ്നം നടത്തും. അത് പ്രൈഡായിട്ട് നമുക്ക് തോന്നുന്നതാ. എങ്ങനെയായാലും കുഴപ്പമില്ല, എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ടല്ലോ. ഈ നമ്മള് ഈ സൊസൈറ്റി കൂടുതലായിട്ട് ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, ട്രാൻസ്ജെൻഡേഴ്സിന് അവർ മനുഷ്യരല്ലേ, അവർക്ക് സാധാരണയായിട്ടുള്ള ജോലി ചെയ്തൂടെ, എന്തിനാണ് അവർ ഈ സെക്സ് വർക്കിലേക്ക് പോകുന്നു എന്നുള്ളൊരു കമന്റ്സ് ശീതളും കേട്ടിട്ടുണ്ടാവും. അതായത് നമ്മളിപ്പോൾ ആളുകൾ പറയുന്ന മെയിൻലി ഈ എറണാകുളം ജില്ലയിലൂടെ നടക്കുമ്പോൾ പല സ്ഥലത്തും രാത്രി കാലങ്ങളിൽ ആളുകളെ സെക്സ് വർക്കിന് കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സിന് നല്ല ഉയർന്ന രീതിയിലുള്ള ജോലി കിട്ടുന്നുണ്ട്, സാധാരണ രീതിയിലുള്ള ജോലി കിട്ടുന്നുണ്ട്. അപ്പോൾ ആളുകൾ പറയുന്ന ഒരു ബാഡ് കമന്റ് ആണ് ഇവരെന്തിനാണ് ഈ സെക്സ് വർക്കിന് പോകുന്നത് എന്നുള്ളത്. ശീതളിന് അതിനോടുള്ള അഭിപ്രായം എന്താ? ഒന്ന്, സെക്സ് വർക്ക് എന്ന് പറയുന്നത് അത് തൊഴിലാണ്. അത് തൊഴിലായിട്ട് അംഗീകരിക്കാൻ പറ്റുന്നവരാണ് അത് ചെയ്യുന്നത്. അതിനെ അംഗീകരിക്കാൻ പറ്റാത്തവരാണ് അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നത്. ഒന്ന്, ഇപ്പം നമുക്കറിയാം നമ്മൾ എന്ത് ജോലി ചെയ്യണം എന്നുള്ളത് നമ്മുടെ തീരുമാനം. നമ്മുടെ ബോഡി ടൂളാക്കിക്കൊണ്ട് നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യമുണ്ട്. കാരണം ഇപ്പം നമ്മളൊരു ഷോപ്പിൽ പോയി നിന്നാൽ 5 to അല്ലെങ്കിൽ ഒരു മോർണിംഗ് 10 to 5 ജോലി ചെയ്യണം, ഒരു 7 hour ഒക്കെ ജോലി ചെയ്യണം, 8 hour ഒക്കെ ജോലി ചെയ്യണം. നമുക്ക് കിട്ടുന്നത് എത്ര ശമ്പളമായിരിക്കും? ഒരു 1000 rupees ഒക്കെ ആയിരിക്കും ഒരു ഷോപ്പിൽ മോളിലൊക്കെ ജോലി ചെയ്താൽ കിട്ടാമല്ലോ. അതിൽ നമ്മുടെ ട്രാവലിങ്, ഫുഡ് എക്സ്പെൻസ് ഒക്കെ പോയി കഴിഞ്ഞാലും അതിൽ നിന്ന് കുറച്ച് പൈസ കിട്ടുള്ളൂ. ഇതൊരു 1 and 2 hour ഒക്കെ നിന്നാലും നമുക്ക് 1000 or 10,000 ഒക്കെ ഉണ്ടാക്കാം വൺ ഡേ. അതില് വിഷമമുള്ള ആളുകളായിരിക്കും അത് സംസാരിക്കുന്നത്. പിന്നെ പലരുമായി സെക്സ് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു ഒരു കോൺസെപ്റ്റ്. ശരിക്കും ഇത് വാങ്ങാൻ ചെല്ലുന്നത് ആരായിരിക്കാം? ഇവിടുത്തെ പുരുഷാധിപത്യത്തിൽ നിന്നുള്ള പുരുഷാധിപത്യ ബോധമുള്ള ആണുങ്ങൾ തന്നെയായിരിക്കാം, അല്ലെ? ഹെട്രോസെക്ഷലോ ബൈസെക്ഷലോ ആയിട്ടുള്ള ആണുങ്ങൾ തന്നെയായിരിക്കാം. റിയൽ ഹെട്രോസെക്ഷൽ പുരുഷന്മാരോ അല്ലെങ്കിൽ ഈ പറയുന്ന സിസ്ജെൻഡർ മെന്നൊക്കെ ആണെങ്കിൽ അവർക്കിപ്പോൾ സ്ത്രീകളെടുത്ത് പോയാൽ മതി. എന്തുകൊണ്ട് ട്രാൻസിനെടുത്ത് പോകുന്നു? ട്രാൻസിനോടുള്ള സെക്ഷൽ ഓറിയന്റേഷൻ ഉള്ളത് വേണ്ട, അല്ലെ? നിങ്ങൾ സ്ത്രീകളുടെ അടുത്താണ് പോകുന്നതെങ്കിൽ നിങ്ങളുടെ സെക്ഷുവാലിറ്റി ഹെട്രോസെക്ഷുവാലിറ്റി ആയിരിക്കണം. നിങ്ങളൊരു ബൈസെക്ഷുവാലിറ്റി ഉള്ള ആളായതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സെക്ഷുവാലിറ്റി ഒരു ട്രാൻസ്സെക്ഷലിനോട് തോന്നുന്ന അല്ലെങ്കിൽ ട്രാൻസ്ഫോമിനോട് തോന്നുന്ന ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സെക്ഷൽ ഓറിയന്റേഷൻ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ അതിലേക്ക് പോകുന്നത്. അത് നിങ്ങളുടെ തോട്ട് വരുന്നത് കൊണ്ടാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളും ഒരു ക്യൂർ ആളാണ്, അല്ലേ? ഇവിടേക്ക് സെക്സ് വാങ്ങാൻ വരുന്ന നിങ്ങളും ഒരു ക്യൂർ പേഴ്സണാ. എന്നിട്ട് ഇത് വാങ്ങിക്കഴിഞ്ഞ് തിരിച്ചു പോയിട്ടാണ് ഇവരെന്ത് പറയുന്നത്? ഇത് കുറ്റം പറയുന്നത്.